വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ? ബാങ്കുകൾ പ്രവർത്തിക്കുമോ? ദേശീയ പണിമുടക്ക് കേരളത്തെ എങ്ങനെ ബാധിക്കും? വിശദമായി നോക്കാം. ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് ആരംഭിക്കും. 24 മണിക്കൂർ ദൈർഘ്യമുള്ള പണിമുടക്കിൽ കേരളം ഏറെക്കുറെ നിശ്ചലമാകും. പബ്ലിക് ട്രാൻസ്പോർട്ടായ KSRTC മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വരെ പണിമുടക്ക് സാരമായി ബാധിക്കും. നിലവിൽ KSRTCയിൽ ഡാഷ് നോൾ പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ജോലിക്ക് ഹാജരായില്ലെങ്കിൽ ശമ്പളം പിടിക്കുമെന്നാണ് ഉത്തരവിൽ. ജൂലൈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഈ തുക ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. സ്വകാര്യ ബസ് സർവീസുകൾ, ഓട്ടോ, ടാക്സി സർവീസുകളൊന്നും നാളെയുണ്ടാകില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളെ പണിമുടക്ക് ബാധിക്കും. ബാങ്ക് ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകുമെന്നതിനാൽ ബാങ്കിംഗ് സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കും. സ്കൂൾ, കോളേജ് അധ്യാപകർ പണിമുടക്കിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഗതാഗത സൗകര്യം ഇല്ലാത്തതും അധ്യാപകർ പണിമുടക്കിനോട് സഹകരിക്കുന്നതും അധ്യയനം മുടങ്ങാൻ കാരണമാകും. അതേസമയം കാലിക്കറ്റ് സർവകലാശാല ജൂലൈ 9 നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും.